നിങ്ങളുടെ ഉള്ളിൽ ചേഞ്ച് വരുത്തുക. നിങ്ങളുടെ ഉള്ളിലാണ് യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലാണ് ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലേക്കാണ് അത് റിസീവ് ചെയ്യേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ബിലീഫ് ഉണ്ടാക്കിയതിനു ശേഷം മാത്രം വലിയതിലേക്ക് പോകും. അതെ, ഈ ഓവർ തിങ്കിങ് സംഭവിക്കുന്നവരിൽ ഈ ബേർഡൻസിന്റെ ആണല്ലോ ഇവിടെ എത്തി സ്ട്രക്കായി നിൽക്കുന്നത്. ഈ സ്ട്രക്കിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. ഈ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നമുക്ക് പുതിയൊരു ജന്മം ഉണ്ടാക്കാൻ കഴിയും. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നിങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ഇതുവരെ ആർക്കും അറിയില്ല. ഫസ്റ്റ് ഞാൻ അവരോട് കാര്യം പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഡൗട്ട്, കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതിനപ്പുറത്താണ്. അതെ, അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ പറയുമല്ലോ, ഉയർന്ന ചിന്താഗതിയും മുഞ്ച ജീവിതവുമായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന്. അപ്പൊ അത്തരത്തിൽ വരുന്ന ഒരാളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നൊരു ചോദ്യമില്ലേ? അതെ, അതായത് നമ്മൾ ആദ്യം തന്നെ അവരോട് 1 മണിക്കൂർ നേരത്തെ ഒരു കൗൺസിലിംഗ് ഉണ്ട്. അതിൽ അവരുടെ എനർജി എന്താണെന്നുള്ള റീഡ് ചെയ്യും. നെഗറ്റീവ് തോട്ട്സിന്റെ ഉസ്താദാണ് അവരെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തോളാൻ പറയും. നിങ്ങൾ ആ പൈസ മുടക്കിയിട്ട് കാര്യമില്ല. എത്രയും നിങ്ങൾ റൂട്ട് ചെയ്താലും നിങ്ങളിൽ ഉള്ള ആ ഒരു സീഡ് നെഗറ്റീവ് എനർജിയാണ്. ബാഡ് ഓമൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവരെ വർക്ക് ചെയ്യിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. നമ്മുടെ എനർജിയും കൂടി ഇല്ലാണ്ടാവും. അനുഭവമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക, അത്തരം പണിക്ക് പോവാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ വിശ്വാസത്തിൽ നിന്ന് ചെയ്യാൻ, കാരണം എല്ലാം തെറ്റ് മാത്രം കാണുന്ന, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ എല്ലാത്തിനെയും കുറ്റം മാത്രം കാണുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മളിപ്പോൾ ഇത് ഓൺ എയർ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം താഴെ വരുന്ന കമൻസിൽ. ഈ കമൻസ് മാത്രം പറയുന്നവരും അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം അതിനെ അപ്രോച്ച് ചെയ്യുന്നവർക്കും ഈ സംഭവം വർക്ക് ചെയ്യില്ല. അത് എത്ര വലിയ അവാർഡ് വിന്നിങ് ഗുരുക്കന്മാർ വന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ ചേഞ്ച് വരുത്തുക. നിങ്ങളുടെ ഉള്ളിലാണ് യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലാണ് ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലേക്കാണ് അത് റിസീവ് ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് പല ആളുകളും പറയുന്നത്, നിങ്ങൾക്ക് ഷുവറായിട്ട് ഇനി എത്ര വലിയ ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പലരും മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരുപാട് പേരെ പൈസ അടച്ച് 10,000, 20,000, 30,000 ഒക്കെ കൊടുത്ത് ഇവർ ഈ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു മാറ്റം ഇല്ലാതെ വരുമ്പോഴാണ് ഇത് പറ്റിക്കലാണ്, ഇത് വെറുതെയാണ് എന്ന് പറഞ്ഞ് പല ആളുകളും വരുന്നത്. അപ്പോൾ അവരോട് ഡയറക്റ്റ് പറഞ്ഞാൽ മതിയോ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന്? തീർച്ചയായിട്ടും പറയണമെന്നേ ഞാൻ പറയുള്ളൂ. ഇതിനുള്ളിൽ വരികൾക്കിടയിൽ വായിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മാർക്കറ്റിംഗ് എന്താ? നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നത്. ബിസിനസ് ചെയ്യുന്നിടത്തല്ലേ ആ മാർക്കറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ അല്ലേ ലാഭം കൂടുതൽ. നിങ്ങളുടെ മണി മാനിഫെസ്റ്റേഷൻ അവിടെ വർക്ക് ചെയ്യും. വരുന്നവരുടെ മണി മാനിഫെസ്റ്റേഷൻ അവിടെ വർക്ക് ചെയ്യണം എന്നില്ല. ടു ബി ഫ്രാങ്ക്, നമ്മൾ കള്ളനാണയം ആവുന്നതിൽ കാര്യമില്ല. നിങ്ങളിൽ ഇത് വർക്ക് ചെയ്യോ, ആ ഒരു നേരത്തെ പറഞ്ഞു വെച്ചതാണ്, ആ ഒരു എനർജി നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ തിരുത്തേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ടാവും. നിങ്ങളിത് വർക്ക് ചെയ്യും, ഓഫ് കോഴ്സ് വർക്ക് ചെയ്യും. പക്ഷേ നിങ്ങളുടെ തിരുത്തേണ്ടതായ കാര്യങ്ങൾ മെഡിറ്റേഷനിലൂടെയോ സ്വന്തം നിങ്ങളോട് തന്നെ സെൽഫ് ടോക്ക് നടത്തിക്കൊണ്ടോ തിരുത്തുക. തിരുത്തിയ ശേഷം ഇതിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ ആദ്യം ചെറിയൊരു ഒരു 100 റുപ്പീസിൻ്റെ കാര്യമായിരിക്കാം ചിലപ്പോൾ. നിങ്ങൾ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചെടുത്ത് നിങ്ങൾ ഒരാൾക്ക് കൊടുത്തു, കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചെടുത്ത് ആ 100 റുപ്പീസ് ഓട്ടോമാറ്റിക്കലി ഇതാ എൻ്റെ അടുത്ത് പൈസ വന്നു, നിൻ്റെ അടുത്ത് ഞാൻ അന്ന് വാങ്ങിച്ച എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വാങ്ങിച്ച 100 റുപ്പീസ് ഇതായത് പിടിച്ചോളൂ. അവിടെ വർക്ക് ചെയ്തിട്ട് മാനിഫെസ്റ്റേഷൻ നമ്മുടെ ബിലീവിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പം നമുക്ക് അവിടെ മനസ്സിലാവും, ഓ ഇതൊക്കെ ഫസ്റ്റ് കുട്ടി കാര്യങ്ങളിലാണ് നമുക്കിതിൽ റിസൾട്ട് കിട്ടുള്ളൂ. വലിയ കാര്യങ്ങളിലേക്കൊന്നും ആദ്യമൊന്നും കടന്നിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ ഒരു 10 കോടി ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ അടുത്ത ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര മാനിഫെസ്റ്റേഷൻ അഫർമേഷൻസ് എന്ത് വിഷ്വലൈസേഷൻ നടത്തിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ബിലീഫ് ഉണ്ടാക്കിയതിനു ശേഷം മാത്രം വലിയതിലേക്ക് പോകും. അതെ, ഈ ഓവർ തിങ്കിങ് സംഭവിക്കുന്നവരിൽ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് സംഭവിക്കപ്പെടുന്നവരിൽ അവർ ചെറിയ കാര്യങ്ങളിൽ യൂണിവേഴ്സ് അവരെ കാണിച്ചു കൊടുക്കും. ഇതാണ് ഇപ്പം നമ്മൾ കുട്ടികൾ വളർന്നു വരികയാണെങ്കിൽ കൂടി നമ്മൾ ചെറിയത് ഇങ്ങനെയാണ് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ ചെറിയ കാര്യങ്ങളിലുള്ള വിശ്വസ്തത ആർജിക്കും. എനിക്കൊന്നും മാമിന് 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ 30 വർഷത്തെ എക്സ്പീരിയൻസിൽ ഇത്തരത്തിൽ അത്ഭുതകരമായിട്ട് മാറ്റം വന്ന ആരെങ്കിലും ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ട്രേഡിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പൈസകൾ കുറേയേറെ, ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേയേറെ നഷ്ടപ്പെട്ടു. അതിൻ്റെ ബേസിലാണ് എനിക്ക് വേറൊരാളെ കണക്ട് ചെയ്ത് കിട്ടിയത്. അദ്ദേഹത്തിന് 62 വയസ്സാണ്. എൻ്റെ അടുത്ത് വെൽത്ത് മാസ്റ്ററി എടുത്തതാണ്. ട്രേഡിങ്ങിലെല്ലാം ആളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ 62 വയസ്സിൽ എനിക്ക് സംഭവിക്കപ്പെടുമോ മാഡം? എനിക്കൊന്നും അറിയില്ല. അത് വളരെ നല്ലൊരു മനുഷ്യൻ, നല്ലൊരു സോളാണ് അദ്ദേഹം. കാരണം ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഇനി ശിഷ്ടകാലം എന്തെങ്കിലും നാമജപമായിട്ടൊക്കെ ഇരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന
എല്ലാവരും തന്നെ ഞാൻ ഉൾപ്പെടെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യ സമൂഹം നമുക്ക് മുന്നിലുണ്ട്. ഇദ്ദേഹം എൻ്റെ അടുത്ത് വെൽത്ത് മാസ്റ്റർ 21 days ആണ് അദ്ദേഹം എടുത്തത്. വെൽത്ത് മാസ്റ്ററി എടുത്തിട്ട് ഇദ്ദേഹത്തിന് തീരെ ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് വൈസുള്ള കാര്യത്തിലാണ് വിശ്വാസമില്ല, പക്ഷേ ബ്രെയിൻ ഷാർപ്പാണിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് A to Z കാര്യങ്ങളെല്ലാം അറിയാം. ഈ ക്ലാസ് എടുത്ത് ഞാൻ പറഞ്ഞു കൃത്യമായിട്ടൊരു 3 months നിങ്ങളിത് അഭ്യസിക്കുക. അതിനുശേഷം നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇതിലേക്ക് ഇറങ്ങുക. പോയതെല്ലാം പോട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. ഇന്നലെകളെക്കുറിച്ച് നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നാളത്തെ ആശങ്കയും വേണ്ട. ഇന്നിൽ ജീവിക്കൂ. ഇന്ന് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റി. ഇന്നൊരു 10,000 രൂപയുടെ ട്രേഡിങ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. അതിനെക്കുറിച്ച് ചിന്തിക്കും. അദ്ദേഹം ലക്ഷങ്ങൾ ഇപ്പോൾ ഗോൾഡിൻ്റെയൊക്കെ കയറി നിൽക്കുന്ന സമയമാണല്ലോ. ലക്ഷങ്ങൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് എനിക്കൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആൾ. ഞാൻ വളരെ ഹാപ്പിയാണ് മാഡം, ആ ഒരു കോഴ്സ് എടുത്തിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒത്തിരി പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഏജൻ്റായിട്ടൊക്കെ ഏൽപ്പിക്കുമല്ലോ, ഷെയർ ബ്രോക്കേഴ്സായിട്ട്. അങ്ങനെ വരെയും ഏൽപ്പിക്കാൻ തുടങ്ങിയിട്ട് അവരെന്ത് വിശ്വാസത്തിലാണ് എന്നെ ഏൽപ്പിക്കേണ്ടതെന്ന് പോലും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കാരണം ഇത്രയും വയസ്സായ ഒരു മനുഷ്യരല്ലേ. ഇന്ന് യങ്സ്റ്റേഴ്സ് ഇങ്ങനെ നിരന്ന് നിൽക്കുക, അത്രയും മേൽ കാലിബറുള്ള കുട്ടികൾ. അപ്പോൾ ഇദ്ദേഹത്തെ തേടേണ്ട കാര്യം എന്തിരിക്കണം അവർക്ക്, അല്ലേ? പക്ഷേ ആളുകൾ അവരെ കണക്ട് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ കണക്ട് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നുണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് അദ്ദേഹത്തിന് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. ഈ അടുത്ത സമയത്തൊരു വളരെ റീസെൻ്റ് ആയ ഒരു എക്സ്പീരിയൻസ്, പിന്നെ അതുപോലെ അനേകം എക്സ്പീരിയൻസ്. ഇവിടെ എങ്ങനെയാണ് ഈ കർമ്മ റിലേറ്റഡ് ആവുന്നത്? കർമ്മ വളരെ ബേസ് ആണ് ഇവിടെ. കർമ്മ ഈസ് ബൂമറാങ്. നിങ്ങൾ ഒരാളെ ചതിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളോട് വാശി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ഈ പൈസ നേടിയിട്ട് എനിക്ക് അവനെ ഒന്ന് കാണിക്കണം, ഒന്ന് ഞെട്ടിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഈ സംഭവങ്ങളൊന്നും നടക്കില്ല. അവിടെ കർമ്മം നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ആരെയും ഞെട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, ഞെട്ടിക്കുന്നതിന് മുമ്പ് സ്വയം ഞെട്ടാൻ തയ്യാറാകുക. കാരണം ഈ നിങ്ങളുടെ മനസ്സിലാ ചിന്തകൾ നിങ്ങൾക്ക് കറക്റ്റ് അല്ലാത്ത രീതിയിൽ മോശമായിട്ട് നിങ്ങളിൽ ഭവിക്കപ്പെടും. ആ സമയം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒക്കെയാണ് അവിടെ. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 90% ആളുകളും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ നാട്ടുകാരെ കാണിക്കണം. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാനൊരു യുവാവാണ്, എൻ്റെ ഒരു ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കാശ് ഉണ്ടാക്കിയിട്ട് വേണം നാട്ടുകാരുടെ മുമ്പിൽ ചെന്നിട്ട് ഇതുണ്ടെന്ന് കാണിക്കാൻ. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളും, അല്ലെങ്കിൽ യുവാക്കളാണെങ്കിലും എല്ലാവരും ചിന്തിക്കുന്നത്. വയസ്സായ ആളുകളാണെങ്കിലും ഇത്രയും വർഷം കഷ്ടപ്പെട്ടില്ലേ, ഇനി കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവന്മാരെ കാണിക്കാൻ എന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ അത് മാറ്റാൻ കഴിയുമോ? തീർച്ചയായിട്ടും മാറണമല്ലോ. നമ്മൾ എന്തിനാ വയസ്സാവുമ്പോൾ വൈസ് ആവണം എന്ന് പറയും, പ്രായമാവുമ്പോൾ വൈസ് ആവണം, ചിന്തകളിൽ വൈസ് ആവുക, വൈസായിട്ട് ചിന്തിക്കുക. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളും ഞെട്ടിക്കലും മറ്റൊരാളെ കാണിച്ച് ഇതിൻ്റെ ഫ്രൂട്ട് ആരാണ് ആസ്വദിക്കുന്നത്? നമ്മളല്ലേ. ഇത് മറ്റൊരാൾക്ക് ആ ഫ്രൂട്ട് ആസ്വദിക്കാൻ കൊടുക്കേണ്ടതിൻ്റെയോ അല്ലെങ്കിൽ ആ ആളത് കണ്ടിട്ട് അസൂയ പൂണ്ട കണ്ണുകളോട് നോക്കേണ്ടത് വല്ല ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? രാഹുലിന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ രാഹുലിൻ്റെ വളർച്ചയിൽ ഏറ്റവും അടുത്ത നിൽക്കുന്ന സുഹൃത്തിന് പോലും അത്യധികം ആഹ്ലാദം, അല്ലെങ്കിൽ രാഹുലിന് അപ്പുറത്ത് നിൽക്കുന്ന ആഹ്ലാദം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും? ഇല്ല, പറ്റില്ല. നമ്മുടെ ബന്ധുക്കളാണെങ്കിലും ആരാണെങ്കിലും, നമ്മുടെ ഫാമിലിയിലുള്ളവർ, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് ഹസ്ബൻഡ്, വൈഫ് എന്നുള്ളത്, അതായത് ആ സംഭവം ആസ്വദിക്കുന്ന ആ ഒരു ആളുകൾ, ഫാമിലി മെമ്പേഴ്സിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സെക്കൻഡ് കസിനൊക്കെ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് കസിനായിട്ട് വരുന്നവരിൽ പോലും അവനെന്താ അതൊക്കെ നേടി, ഇത്ര നല്ല രീതിയിലൊന്നും ആയിരിക്കില്ല, എന്തൊക്കെയോ ഗുലുമാല തരമൊക്കെ ചെയ്തിട്ട് ഈ ഒരു സംഭവമായിരിക്കും അവരുടെ ഉള്ളിൽ ആദ്യം പോപ്പപ്പ് ചെയ്ത് വരുന്നത്. എന്തിനാണ് അതിന് നിൽക്കുന്നത്? ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ റിയൽ ലൈഫിലും കാണുന്ന ഒരുപാട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ റിയൽ ലൈഫിലേക്ക് ഇവർ ജീവിതത്തെ കൊണ്ടുപോയിടും. ഒരു നിമിഷം കൊണ്ടുപോയി അത് ഹാപ്പി, ആഹ്ലാദമാകും. മറ്റുള്ളവരെല്ലാം എന്താ അവരുടെ ലൈഫ് എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അതൊന്ന് പൊട്ടിച്ചിതറിയാൽ ഈ എന്താണ് അവരുടെ ലൈഫ് എന്ന് പറഞ്ഞവരൊക്കെ തന്നെ ഈ 2 കൂട്ടരെയും കുറ്റപ്പെടുത്തുന്നത് നമ്മൾ റീസെൻ്റ് ആയിട്ട് പല ന്യൂസുകളും കാണുന്നില്ല. എന്തിനാണ് അതിൻ്റെ ആവശ്യം? നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാണ്. നിങ്ങൾ ദൂർത്തടിച്ചു കളഞ്ഞു എന്നവർ പറയും. ദൂർത്തടിച്ചു കളഞ്ഞു, ധാരാളമായിട്ട് പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ദൂർത്തടിച്ചു കളഞ്ഞു, അഹങ്കാരം കാണിച്ചു. സത്യത്തിൽ ഇവർ ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇവരുടെ ഉള്ളിൽ കടന്നുപോയ ആ ഒരു ഇവർ ഹസ്ബൻഡ് വൈഫിന് ഇടയ്ക്കുണ്ടായിരുന്ന ആ ഒരു സർക്കംസ്റ്റാൻസസ് അവർ മാത്രമാണ് ഫേസ് ചെയ്തത്. അവരെങ്ങനെ അതിലേക്ക് എത്തിയെന്നും അതിനുശേഷം അവരിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പൊട്ടിച്ചിതറുന്ന അവസ്ഥയിലേക്ക്, ബ്ലാസ്റ്റ് ആവുന്ന അവസ്ഥയിലേക്ക് സംഭവിക്കപ്പെട്ടു എന്നുള്ളതും അവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. കമൻറ്റ് കുറേ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റ് ആളുകൾ അതിനെ പിക്ചറൈസ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. ഇതെല്ലാം നമ്മൾ തന്നെ സഹിക്കണം. അപ്പോൾ ഈ ആസ്വദിക്കേണ്ട ഒരു സമയത്ത് നിങ്ങൾ വളരെ സേഫായ, നമ്മുടെ ഈ പേഴ്സണൽ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്.
സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സീക്രട്ടായിട്ട് പേഴ്സണലായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ മാന്യതയോടുകൂടി സൂക്ഷിക്കുക. അവിടെ ഈ പറയുന്ന മറ്റുള്ളവരെ കാണിക്കണം, ഞെട്ടിക്കണം, അങ്ങനെയൊക്കെയുള്ള കർമ്മ നമ്മൾക്ക് ബുദ്ധിമുട്ടായിട്ട് വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ ഈ കർമ്മ ബുദ്ധിമുട്ടായിട്ട് വർക്ക് ചെയ്യും. പിന്നെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ പാസ്റ്റ് ലൈഫിൽ നിന്നും നമ്മൾ ക്യാരി ചെയ്യുന്ന കുറേ കർമ്മകളുണ്ട്. ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ട്, ഒരാളെ സാമ്പത്തികമായി നമ്മൾ ചതിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇത് നേടാൻ ശ്രമിച്ചത്. അല്ലെങ്കിൽ ആ ഒരു ലൈഫിൻ്റെ ബാക്കി നമുക്ക് ഈ കർമ്മയിലുണ്ട് അത് നേടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉണ്ടാക്കിയതൊക്കെ പോകും. ഈ ഉണ്ടാക്കിയതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതിലൊന്നും നിൽക്കാതെ അപ്പോൾ അവിടെയാണ് ഈ കർമ്മ ഈ PLR ചെയ്യുമ്പോൾ കൂടുതലും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അതാണ്. നിങ്ങളുടെ റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് റിഗ്രഷൻ അത് ചെയ്തു കൊടുക്കുന്ന സമയത്തും പറയുമ്പോഴും അവരോട് ഞാൻ പറയുന്നൊരു കാര്യം അതാണ്. കാരണം നിങ്ങളുടെ ലൈഫ് ഇവിടെ എത്തി ശേഷം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു. ആകാശിക് റെക്കോർഡ്സൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറേയേറെ ജന്മത്തെക്കുറിച്ചൊക്കെ പറയാൻ പറ്റുമല്ലോ എന്തായിരുന്നു എന്നുള്ളത്. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം ഇനി ഉള്ള ജീവിതത്തിൽ ഈ ബേർഡൻസിൻ്റെ ആണല്ലോ ഇവിടെ എത്തി സ്ട്രക്കായി നിൽക്കുന്നത്. ഈ സ്ട്രക്കിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ അതിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളവിടെ ക്ലാരിറ്റി വരുത്തുക, ക്ലെൻസ് ചെയ്യുക, ചിന്തകളിൽ ക്ലെൻസ് ചെയ്യുക, പെരുമാറ്റത്തിൽ എല്ലാ ഇടപെടലുകളിലും നിങ്ങളുടെ ആ ഒരു ചുറ്റുപാടുകൾ തന്നെ നിങ്ങൾക്ക് ഫേവറബിളായിട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നമുക്ക് പുതിയൊരു ജന്മം ഉണ്ടാക്കാൻ കഴിയുമോ? പക്ഷേ മാനിഫെസ്റ്റേഷനിലെ കർമ്മ ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞതില് PLRൽ ഈ കാര്യം നമുക്കറിയാം, നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഈ ലൈഫ് നമ്മൾ ഇത്രയും നാളൊരു ദരിദ്രനായിട്ട് ജീവിച്ചു പോയി, ഇനി ഈ മാനിഫെസ്റ്റേഷന് ശേഷം ഞാൻ ഒരു കോടീശ്വരനായിരിക്കും, അങ്ങനെ നമുക്ക് ചിന്തിച്ച് മറ്റ് ഒരു പുനർജന്മം സൃഷ്ടിക്കാൻ കഴിയും. പുനർജന്മം സൃഷ്ടിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന PLRന് ശേഷമുള്ള കാര്യങ്ങൾ അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പം രാഹുലിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്, ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു സ്ട്രക്ക് എനർജി, ഇനി ഞാൻ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ കുറച്ച് അവയർനെസ് നമുക്കവിടെ കിട്ടുകയാണ്, ആ പാഠങ്ങളിലൂടെ കിട്ടുകയാണ്, മെഡിറ്റേഷനിലൂടെ മറ്റു കാര്യങ്ങളിലൂടെ അതിലൊരു തെറാപ്പി സെഷനിലൂടെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ യെസ് ഇനി ഒരു സിറ്റുവേഷൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ വരുമ്പോൾ ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് അറിയാം. ഇനി അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. ഇനി അങ്ങനെ പെരുമാറാതിരുന്നാൽ എന്നിലേക്ക് നന്മ വരും അല്ലേ? ഒരാളോട് അങ്ങനെ സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ബൂമറാങ് പോലെ കർമ്മ എന്നെ തിരിച്ചടിച്ചത്. ഇനി അങ്ങനെ സംസാരിക്കാതിരുന്നാൽ അവിടെ നന്മയുടെ എലമെൻറ്റ് ഞാൻ അപ്പം മാറ്റി ചിന്തിക്കുക. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നിങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ഇതുവരെ ആർക്കും അറിയില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് പറയും എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന കാണുന്നില്ല, എത്ര വർഷങ്ങളായിട്ട് അങ്ങനെ ഇങ്ങനെ. അവിടെ ഓൾറെഡി നിങ്ങൾ പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അതിനോടൊപ്പം തന്നെ നിങ്ങൾ അവിടെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. നിങ്ങളിൽ സഞ്ചരിക്കുന്ന ശ്വാസം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ജോബ്, 10,000 രൂപയെങ്കിൽ 10,000 രൂപ ഇന്ന് നിങ്ങളുടെ പോക്കറ്റിൽ 1-ാം തീയതിക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലുള്ളവർ പട്ടിണിക്ക് ഇരിക്കാതെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതിൽ തൃപ്തിപ്പെട്ടാൽ നാളെ നിങ്ങൾക്ക് 20,000 രൂപ കിട്ടും.